ഹായ്, നമ്മളിന്ന് സേമിയ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒട്ടും കുഴയാതെ തന്നെ സേമിയ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യം സേമിയ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ ഒരു നിറത്തിൽ വേണം സേമിയ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും, 3 വറ്റൽമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്തൊട്ട് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. അത് നല്ലതുപോലെ ഒന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിനെ ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം.